ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയായ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ സ്വാദോടുകൂടി നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു റോബസ്റ്റ പഴവും മൈദയുമാണ്. റോബസ്റ്റ പഴം മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ പാളയംതോടൻ പഴമോ ഞാലിപ്പൂവൻ പഴമോ ഏത്തപ്പഴമോ ഒക്കെ യൂസ് ചെയ്യാം. റോബസ്റ്റ പഴമാണ് കുറച്ചുകൂടി ബെറ്റർ. എന്നിട്ട് നമുക്ക് റോബസ്റ്റ പഴം നന്നായിട്ട് അരിഞ്ഞ് വെക്കാം. ഈ റോബസ്റ്റ പഴം നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് ഒരു 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചുകൂടെ വയ്ക്കാം. എന്നിട്ട് നമുക്കിത് മൈദയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും ഗോതമ്പിൻ്റെ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗോതമ്പ് പൊടി മാത്രമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഹെൽത്തിയാണ്, ഭയങ്കര ഹെൽത്തിയാണ്. മൈദ അത്ര ഹെൽത്തി ഒന്നുമല്ല, എന്നാലും നമുക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഇതാണ് നല്ലത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കണം. അപ്പോൾ ഓരോ സ്പൂണായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ സോഡാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര യൂസ് ചെയ്തിട്ട് ചെയ്യാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഒരു പിഞ്ച് സോഡാപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും മാത്രം എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഗ്രാമ്പൂവിൻ്റെ പൗഡറോ ഏലക്കപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ്. പക്ഷേ ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഓയിലെടുത്തിട്ട് ഓയിലൊന്ന് ചൂടാവാനായിട്ട് വയ്ക്കുക. ഞാനിവിടെ ഒരു പരന്ന പാത്രമാണ് എടുത്തത്. എന്നിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് എണ്ണ തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊരു സ്പൂണിൽ ഈ മൈദയുടെ മിക്സ് കോരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലാതെ തന്നെ നമുക്ക് ഈ മിക്സ് എടുത്ത് ഇടാൻ പറ്റും. പക്ഷേ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഒരു കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ടിടുവാണെങ്കിൽ ഈ ഒരു ഷേപ്പിൽ തന്നെ വന്ന് ഇടും. എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത് സ്പൂണിൽ കോരി ഇടുമ്പോഴത്തേക്കാണ്. എന്നിട്ട് നമുക്ക് അതിനകത്ത് പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ സ്പൂണിൽ ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കുക. കണ്ടോ? എന്നിട്ട് എണ്ണ തിളച്ചിട്ട് മാത്രമേ നമുക്ക് ഇടാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് അതൊന്ന് വെന്ത് അല്ലെങ്കിൽ പകുതി ഒന്ന് ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം അതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവേ. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 വശവും നന്നായിട്ട് വേവിച്ച്, മൈദയാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും, വേവിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ 2 വശവും നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളറാവുന്നത് വരെ വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് അങ്ങനെ ഇടുമ്പോഴത്തേക്ക് നല്ല ബ്രൗൺ കളറായിട്ട് വരും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകരുതേ, അത് ശ്രദ്ധിച്ചോളൂ. കണ്ടോ? നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇങ്ങനെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചായയുടെ ഒപ്പമോ കട്ടൻ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുത്താൽ അത് നമുക്കൊരു സന്തോഷം, അവർക്കൊരു സന്തോഷം. ബാക്കിയെല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണേ. അതുപോലെ തന്നെ എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും വേണം റെസിപ്പി. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ.